നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് 118 RS നിങ്ങൾക്ക് UP അക്കൗണ്ട് തൊട്ട് നിങ്ങളുടെ പേടിഎം, ജിപേ, ഫോൺ പേ ആ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യും. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് ഇൻസ്റ്റന്റ് പേയ്മെന്റുമാണ്. ജസ്റ്റ് ഒരു ഓഫറാണ്. സിമ്പിളായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഫുൾ സ്റ്റെപ്പും കാണിക്കുന്നുണ്ട്. റിസ്ക് ഇല്ല. നിങ്ങളിപ്പോൾ നോർമലായിട്ട് സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ലേ, അതേപോലത്തെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഇപ്പോൾ കുറേ ഫ്രോഡ് മണിയൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സെക്കൻഡറി ആയിട്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് വെച്ചിട്ട് പ്രൈമറി ആയിട്ട് നിങ്ങൾ ഈ ഓൺലൈൻ ബാങ്ക് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ, ഈ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കിട്ടുന്ന ഫണ്ട് ഇതിനകത്തായിരിക്കും വരുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുകയോ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെബിറ്റ് കാർഡ് എല്ലാം കിട്ടുന്നുണ്ട്. നല്ല ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനൽ ഇട്ടായിരുന്നു, കുറേ പേര് ഏൺ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഓഫർ ഇപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഹൈ എമൗണ്ടും കിട്ടുന്നുണ്ട്. നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാനും പറ്റും. ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഫുൾ ഡീറ്റെയിലും കാണിക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് 4 മിനിറ്റ് വീഡിയോ ഉള്ളൂ. സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാന്നേ ഉള്ളൂ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഫുൾ ഡീറ്റെയിൽ കാണിക്കുന്നത് നേരെ കിട്ടും. നമ്മുടെ ചാനലൊക്കെ ഇതുപോലത്തെ വീഡിയോസ് കൊണ്ട് നമ്മുടെ ടെലിഗ്രാം ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനലൊക്കെ വീഡിയോക്ക് ലൈക്ക് ഇടാൻ കമൻറ്റ് കേട്ടോ. നേരെ കേട്ടു പോകാം. ഓഫർ ലിങ്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ അവിടെ ഒരു കമൻറ്റോട് ഇടുക, പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ UPI അവിടെ ലിങ്ക് കളിക്കുക, UPI അടിക്കുക, ഫോൺ പേ, പേടിഎം, UPI ഏതെങ്കിലും അടിക്കുക, സബ്മിറ്റ് ചെയ്യുക. ഡയറക്റ്റ് പ്ലേ സ്റ്റോർ ചെന്ന് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എയർടെൽ സിം യൂസ് ചെയ്തില്ലെങ്കിൽ സാരമില്ല, ഏത് സിം ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. UPI അടിക്കുക, സബ്മിറ്റ് ചെയ്യുക, ഡയറക്റ്റ് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ ഒക്കെ 1 hours കിട്ടും. ഈ 1 hours കിട്ടിയെങ്കിൽ മാത്രം നിങ്ങൾ ഒരു KYC കംപ്ലീറ്റ് വെക്കുക. ആ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ് ചോദിക്കും. ആ ഡീറ്റെയിൽസ് സെൻറ്റർ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കും, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കേട്ടോ. ഇത് പഴയ ഒരു സ്ക്രീൻഷോട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് സെയിം സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. അടുത്ത പേജ് വരുന്നത് ചിലപ്പോൾ സെൽഫി ആയിരിക്കും. ആ സെൽഫി നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കാണ് സെൽഫി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങളുടെ ഒക്യുപ്പേഷൻ എന്താണെന്ന്, നിങ്ങളുടെ ആനുവൽ ഇൻകം എന്താണെന്ന്, ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത്. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, വെരിഫൈ ആക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന KYC ഇല്ല കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ബാങ്ക് ആണ്, നിങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷൻ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് മണിയുടെ ഓപ്ഷൻ വരുന്നതായിരിക്കും. ആഡ് മണി എന്ന് പറഞ്ഞാൽ നേരത്തെ 1 hours ആയിരുന്നു. ഇപ്പം നിങ്ങളൊരു 100 rupees ആണ് മിനിമം ആഡ് ചെയ്യേണ്ടത്. 100 rupees എൻ്റർ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് വിളിക്കുക. നിങ്ങൾ ഏതെങ്കിലും UPI മെത്തേഡ് വഴി നിങ്ങൾ 100 rupees ആഡ് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആവാൻ വേണ്ടിയാണ് ഈ 100 rupees ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പം തന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് താഴെ മാനേജിനോട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പേയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് UPI പേ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പേ ചെയ്യുക. ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ UPIയിലോട്ടോ തന്നെ ഒരു 100 എത്ര വെച്ചാൽ നിങ്ങൾ 1 hours ആണെങ്കിൽ പോലും നിങ്ങൾ പേ ചെയ്യുക. പേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഒരു 180 hours കിട്ടുന്നതായിരിക്കും. KYC 2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. ട്രാൻസാക്ഷൻ ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. ക്യാഷ് ബാക്ക് അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. പിന്നെ പേയ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ UPI പിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നും സെറ്റ് ചെയ്യുക കേട്ടോ. SPIN എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UPI പിൻ ആയിരിക്കും. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാഷ് ബാക്ക് 180 രൂപ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതിങ്ങനെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ വേറൊരു ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ മാനേജറിനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ സേവിങ്സ് എന്ന വ്യൂ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അവിടെ ക്ലിക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലോട് തന്നെ കൊടുത്തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി. അവിടെ നിങ്ങൾക്ക് ATM ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറേ ഓഫേഴ്സ് ആണ് ഇതിനകത്ത്. അല്ലാതെ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്രൊഫൈലിൽ ചെല്ലുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് UPI പിന്നെ മറ്റേ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഇത് താഴെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. എല്ലാവർക്കും യൂണീക്ക് ആയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് IFSC കോഡ് എല്ലാം കാണുന്നത്. പക്ഷെ ഇതിനകത്ത് എല്ലാവർക്കും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് നമ്പരും. IFSC കോഡ് എല്ലാവർക്കും സെയിം ആയിരിക്കും. IFSC കോഡ് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് പിന്നോ ഏത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ചെയ്താൽ അതൊരു കുഴപ്പമില്ല. പിന്നെ ചെയ്യുമ്പോൾ ചിലവർക്ക് ഇഷ്യൂ വരുന്നത്, ഇവിടെ ഇങ്ങനെ അക്കൗണ്ട് എല്ലാം ഓപ്പൺ ആയി ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലറ്റ് എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് താഴെ ആണെങ്കിൽ ഇവിടെ വെരിഫൈ ആക്കാൻ കുറേ ഓപ്ഷൻ വരും. ഇവിടെ സേവിങ്സ് എന്ന് പറഞ്ഞ് വന്നാലേ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതുപോലത്തെ ഓഫീസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ക്യാഷ് ബാക്ക് കിട്ടും. ചെയ്ത് നിങ്ങളുടെ പേയ്മെന്റ് പ്രൂഫ് സെൻഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കുറേ ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ മൈജിയിലാണെങ്കിൽ ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് കിട്ടുന്ന ഓഫർ നമ്മുടെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചാനലും കിടപ്പുണ്ട്. നിങ്ങൾ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് ഇടുക, കമന്റ് കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ റെഡി ആയിട്ട് വന്നിരിക്കും. ഓക്കെ, ബൈ.